മീൻസ് എക്സ് ആൻഡ് സൈൻ എക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ സൈൻ 2x സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എടുക്കുകയാണെങ്കിൽ ദേ ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റോങ്സ്കിയൻ ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് റോങ്സ്കിയൻ എന്ന് നോക്കാം. സപ്പോസ് f1, f2, etc. fn are functions that are n-1 times differentiable on the interval minus infinity, infinity. ഇതിൽ f1 means f1 of x, it is a function of x. f2 is f2 of x, etc. fn equal to fn of x. They are all functions that can be differentiated n-1 times. n-1 പ്രാവശ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. Then consider the determinant. Determinant f1 of x, f2 of x, etc. fn of x. അതായത് ആദ്യത്തെ റോയിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന n functions. In the second row we have their first derivatives. തേർഡ് റോയിൽ അവരുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. അങ്ങനെ nth റോയിൽ n-1th ഡെറിവേറ്റീവ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഈ n by n മെട്രിക്സ് ഉണ്ടാക്കിയിരുന്നത്. ദിസ് ഈസ് എൻ n by n മെട്രിക്സ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോങ്സ്കിയൻ ഓഫ് f1, f2, etc. fn. w ഓഫ് x എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ റോങ്സ്കിയൻ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അടുത്തതായിട്ട് ഈ റോങ്സ്കിയൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇഫ് ദ ഫങ്ഷൻസ് f1, f2, etc. fn ആർ n-1 continuous, all of them have n-1 continuous derivatives on the interval minus infinity, infinity. And if the Wronskian of these functions is not identically 0 on minus infinity, infinity, then these functions form linearly independent set of vectors in Cn-1 minus infinity, infinity. ഈ Cn-1 means n-1 പ്രാവശ്യം n-1 continuous derivatives ഉള്ള ഫങ്ഷൻസിനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ കണ്ടീഷൻ ഇതാണ്. റോങ്സ്കിയൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് കിട്ടുക. ഇഫ് ദാറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0 ദെൻ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പ്രോബ്ലംസിലൂടെ നോക്കാം. യൂസ് ദ റോങ്സ്കിയൻ ടു ഷോ ദാറ്റ് f1 equal to x and f2 equal to sin x are linearly independent vectors in C infinity minus C infinity means infinitely many times differentiate ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിനെയാണ് C infinity സ്പേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റോങ്സ്കിയൻ കാണണം, w of x. സോ ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. സോ f1, f2, then write their first derivatives. സോ ഇവിടെ നമുക്കൊരു 2/2 മെട്രിക്സ് ആണുള്ളത്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷൻസ് എഴുതാം. ആദ്യം f1 is x, f2 is sin x. ഇൻ ദ സെക്കൻഡ് റോ നമുക്ക് അവരുടെ ഡെറിവേറ്റീവ്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, sin എക്സിൻ്റെ ഡെറിവേറ്റീവ് cos x. Then evaluate this determinant. It will be x cos x minus 1 sin x or x cos x minus sin x. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഐഡൻറ്റിക്കലി 0 ആണോ, എല്ലാ എക്സിനും ഇത് 0 ആണോ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സിനെങ്കിലും നോൺ 0 വന്നാൽ ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ π/2 എന്നുള്ള പോയിന്റിൽ w ഓഫ് π/2 ഇപ്പോൾ കണ്ടില്ലോ, w ഓഫ് എക്സ് റോങ്സ്കിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. എക്സിന് π/2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ w ഓഫ് π/2 ഈക്വൽ ടു π/2 കോസ് π/2 മൈനസ് സൈൻ π/2 എന്നാണ് വരിക. cos π/2 is 0, sin π/2 is 1. So we have 0 minus 1 which is minus 1 not equal to 0. So ഒരു പോയിന്റിലെങ്കിലും ഈ ഫംഗ്ഷൻ നോൺ 0 ആവുന്നുണ്ട്. സോ the Wronskian is not identically 0 on minus infinity, infinity. So നമ്മൾ മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം the given functions are linearly
ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് 3 ഫങ്ഷൻസ് എടുത്തിട്ട് പറയാം. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് c infinity of minus infinity infinity. The Wronskian use Wronskian to show that f1 equal to 1, f2 equal to e power x and f3 equal to e power 2x are linearly independent vectors in C infinity space. So find their Wronskian. ഇവിടെ 3 ഫങ്ഷൻസ് ഉണ്ട്. സോ നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് വേണ്ടത്. f1, f2, f3 ഫസ്റ്റ് ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. സോ f1, f2, f3 ആർ ഗിവൺ ബൈ 1 e പവർ x, e പവർ 2x. 1ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് e പവർ എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് e പവർ x, e പവർ 2xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 e പവർ 2x. സോ സെക്കൻഡ് റോ റെഡിയായി. ഇനി തേർഡ് റോയിൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ്സിനെ നമുക്ക് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 0ൻ്റെ ഡെറിവേറ്റീവ് 0 തന്നെ, ഇ പവർ എക്സിൻ്റേത് ഇ പവർ എക്സ്, 2 ഇ പവർ 2xൻ്റെ ഡെറിവേറ്റീവ് 4 ഇ പവർ 2x. സോ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്താൽ 1 ഇ പവർ എക്സ് ടൈംസ് 4 ഇ പവർ 2x, ഇറ്റ് ഇസ് 4 e power 3x minus 2 e power 3x. നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് റോ തന്നെ വേണമെന്നില്ല, ഫസ്റ്റ് കോളം വെച്ചിട്ടും ചെയ്യാം. സോ ഫസ്റ്റ് കോളം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി 2 ടേംസും 0 ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു 1ലുള്ള ആ ഒരു മൈനറിൻ്റെ ഡിറ്റർമിനൻ്റ് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇറ്റ് ഈസ് 2 e പവർ 3x. ഷുവറാണ് ഇ പവർ 3x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും 0 ആവുന്നില്ല, ഒരു പോയിൻറ്റിലും 0 ആവുന്നില്ല. സോ ദിസ് ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0. സോ ദാറ്റ് ദ ഗിവൺ ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഇൻ C ഇൻഫിനിറ്റി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. സോ Wronskian ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നൗ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ഈ തിയറത്തിൽ നിന്നാണ്. എ നോൺ എംപ്റ്റി സെറ്റ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു v1, v2 എക്സെട്ര vr ഇൻ എ സ്പേസ് v ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഓൺലി കോഎഫിഷ്യൻസ് സാറ്റിസ്ഫൈയിങ് ദ വെക്ടർ ഇക്വേഷൻ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു 0 ആർ k1 ഈക്വൽ ടു k2 ഈക്വൽ ടു എക്സെട്ര kr ഈക്വൽ ടു 0. ഈ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. സോ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ പ്രൂഫിന് 2 ഭാഗം ഉണ്ടാവും. നമുക്ക് P ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ Q എന്നാണ് നമ്മളോട് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ സൊല്യൂഷനായിട്ട് k1 k2 എക്സെട്ര kr എല്ലാം 0 വരുന്ന ഒരു കേസേ ഉണ്ടാവുള്ളൂ. തിരിച്ച് if this equation has only the trivial solution, then set v1 v2 etc vr are linearly independent. So 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് P implies Q എന്നും കാണിക്കണം, Q implies P എന്നും കാണിക്കണം. സോ നമ്മൾ എസ്സിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ, if S contains only one element, if it is a non-zero vector, then the result holds trivially. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 2 അതിൽ കൂടുതലോ വെക്റ്റേഴ്സ് എസ്സിലുള്ളപ്പോഴാണ്. സോ വി കൺസിഡർ ദ കേസ് എസ് ഹാസ് 2 or more vectors. Say S is equal to v1, v2 etc vr where r is greater than or equal to 2. 2 അതിൽ കൂടുതലോ വെക്റ്റേഴ്സ് ഉള്ള കേസാണ് ഇനി നമ്മൾ പറയുന്നത്. ഇവിടെ ആദ്യം ഞാൻ അസ്യൂം ചെയ്യാണ് ഈ എസ് എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. So that I have to prove that k1 v1 plus k2 v2 plus etc kr vr equal to 0 എന്നുള്ള ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഇതിന് നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ സപ്പോസ് ദർ ഈസ് സം കെ ഐ നോട്ട് ഈക്വൽ ടു 0. ഇതിലേതെങ്കിലും ഒരു കെ ഐ എങ്കിലും
നോൺ സീറോ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ ഒരു നോൺ സീറോ കെ ഐ ഉണ്ടെന്നുണ്ടെങ്കിൽ കെ ഐ കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ കെ ഐ സീറോ ആണെങ്കിൽ നമുക്ക് ഈ ഡിവിഷൻ പോസിബിൾ ആവില്ല. ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട് കെ ഐ നോട്ട് ഈക്വൽ ടു സീറോ. ഒരാളേ ഉള്ളൂ എന്നല്ല, ഒരു കെ ഐ എങ്കിലും നോൺ സീറോ ആയിട്ടുണ്ടെങ്കിൽ ആ കെ ഐ ഉപയോഗിച്ച് ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് k1 ബൈ കെ ഐ ടൈംസ് v1 പ്ലസ് എക്സെട്ര. ഇടയിൽ നമുക്കൊരു കെ ഐ ബൈ കെ ഐ വി ഐ വരും, പ്ലസ് എക്സെട്ര കെ ആർ ബൈ കെ ഐ വി ആർ ഈക്വൽ ടു സീറോ എന്നാവും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ കെ ഐ ബൈ കെ ഐ വി ഐ മീൻസ് ഇറ്റ് ഇസ് സിംപ്ലി വി ഐ. സോ വി ക്യാൻ റൈറ്റ് വി ഐ പ്ലസ് ഓൾ അതർ ടേംസ്. ഈ ടേം എന്ന് പറയുന്നത് വി ഐ ആവും, ബാക്കിയുള്ള ടേംസ് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ പറയുകയാണ്. വി ഐ പ്ലസ് സമ്മേഷൻ j ഈക്വൽ ടു 1 to r വെർ j നോട്ട് ഈക്വൽ ടു i കെ ജെ ബൈ കെ ഐ വി ജെ ഈക്വൽ ടു 0 എന്ന് എനിക്ക് ഈ ഇക്വേഷനെ എഴുതാം. അതായത് ദിസ് വി ഐ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് സമ്മേഷൻ j ഈസ് ഈക്വൽ ടു 1 to r j നോട്ട് ഈക്വൽ ടു i കെ ജെ ബൈ കെ ഐ വി ജെ. അതായത് നമ്മുടെ എസ് എന്ന് പറയുന്ന സെറ്റിലുള്ള വി ഐ എന്ന് പറയുന്ന വെക്റ്ററിനെ എസ്സിലുള്ള മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ സെറ്റ് ഈസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നെടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിയത്? വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ദർ ഇസ് സം നോൺ ട്രിവിയൽ, നമ്മുടെ എടുത്തിരിക്കുന്ന കെ ഐ സിഗ്മ കെ ഐ വി ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എങ്കിലും ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തപ്പോഴാണ് ഇതുപോലെ ഒരു കോൺട്രഡിക്ഷനിൽ നമ്മൾ എത്തിയത്. അതുകൊണ്ട് നമ്മുടെ ആ അസംഷൻ തെറ്റാണ്. മീൻസ് ദർ ഈസ് നോ കെ ഐ, ദർ ഇസ് അവർ അസംഷൻ കെ ഐ നോട്ട് ഈക്വൽ ടു 0 ഫോർ സം ഐ ഈസ് റോങ്. Thus, if S is linearly independent, the only coefficients satisfying the vector equation sigma ki vi equal to 0 are k1 equal to k2 equal to etc. kr equal to 0. So, S linearly independent ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണ്. ഇനി നമുക്കിതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സിഗ്മ കെ ഐ വി ഐ ഈക്വൽ ടു 0 എന്നുള്ള വെക്ടർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി ഹാവ് ടു ഷോ ദാറ്റ് ക്യാപിറ്റൽ എസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ അസ്യൂം ദാറ്റ് ദ ഓൺലി കോഎഫിഷ്യൻസ് സാറ്റിസ്ഫൈയിങ് ദ വെക്ടർ ഇക്വേഷൻ k1 v1 plus k2 v2 plus etc. kr vr equal to 0 or k1 equal to k2 equal to etc. kr equal to 0. ആൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്ന ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് സെറ്റ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇത് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു വെക്റ്ററിനെയെങ്കിലും നമുക്ക് മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവണം. സോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ വെക്റ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ എസ് would be expressible as a linear combination of others. Say നമുക്കിപ്പോൾ v1നെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് കരുതുക. സോ v1 is equal to some c2 v2 plus etc. plus cr vr equal to cr vr എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടാവും. സോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v1 മൈനസ് c2 v2 പ്ലസ് മൈനസ് c3 v3 പ്ലസ് എക്സെട്ര മൈനസ് cr vr ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ v1ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? നമ്മുടെ കയ്യിൽ k1 v1 പ്ലസ് k2 v2 പ്ലസ് എക്സെട്ര kr vr ഈക്വൽ ടു 0 ഫോമിലുള്ളൊരു ഇക്വേഷനാണ് ഉണ്ടായിരുന്നത്. അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടി. ബിക്കോസ് ഹിയർ v1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്, നോട്ട് ഈക്വൽ ടു 0. ഓക്കെ,
സോ നമ്മുടെ ഈ അസംഷന് ഒരു കോൺട്രഡിക്ഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് എസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നെടുത്താൽ വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ to our hypothesis. So that our assumption, the set capital S equal to V1, V2, etc. Vr is linearly dependent, leads us to a contradiction. So S must be linearly independent. So if the നമ്മൾ കൺസിഡർ ചെയ്ത ആ വെക്ടർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എസ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പറയുന്നു ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ തിയറം ഈസ് ട്രൂ. തിയറം അതായത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്ത വെക്ടർ ഇക്വേഷന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സോ ഇതോടുകൂടി ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ള നമ്മുടെ സെക്ഷൻ 4.3 അവസാനിക്കുകയാണ്.